എന്താ അണ്ണനും മക്കളും കൂടി കുറച്ച് ഊത്ത പിടിക്കാൻ നിൽക്കുക എന്നാ പെണ്ണ ആ ഗുണവധികാരൻ ചോദിക്കാൻ വന്നേക്കുന്നു. അണ്ണൻ എന്തോന്നും പറയാത്തത്? ഞാനെന്നാ പറയാനാ? അണ്ണനൊരു മുഴുവനായിട്ട് മാപ്പിളപ്പന്റെ കെട്ടണമെന്ന് പറഞ്ഞപ്പോ എന്നാണ് വെച്ചുകൂട്ടാൻ എന്നോട് പറഞ്ഞേ? കെട്ടിക്കോളാൻ പറഞ്ഞു. അത് അല്ല ഐറ്റേക്ക് പഠിക്കുമ്പോ പഠിപ്പിക്കുന്ന ടീച്ചറെ കെട്ടണം ഇല്ല ചത്തകളെന്ന് പറഞ്ഞപ്പോ എന്നാണ് വെച്ചുകൂട്ടാൻ എന്നോട് പറഞ്ഞേ? കെട്ടിക്കോളാൻ. ഇതെല്ലാം കഴിഞ്ഞ് പഞ്ചായത്ത് പോലെ പിശാചി പോലിരിക്കുന്ന പെണ്ണുണ്ടല്ലോ, എന്താണ് പേര്? ആ രജനി. അവളെ കിട്ടിയില്ലെങ്കിൽ നാട് വിട്ടു പോകുന്ന പറഞ്ഞപ്പോ എന്നാണ് വെച്ചുകൂട്ടാൻ എന്നോട് പറഞ്ഞേ? മക്ക കിട്ടി പഞ്ചടിക്കാതെ കൂടെ നിൽക്കുമെന്ന് പറ. അങ്ങനെ ആത്മാർത്ഥമുള്ള തന്നമാരെ ഞാൻ പോണേന്ന്. ഇവനെ ഒന്നോടെ 6ാം ക്ലാസ് തൊട്ട് പഠിപ്പിക്കണമെന്ന് തോന്നുന്നു കേട്ടാ. നിന്റെ അണ്ണൻ ഇത്ര നേരം പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ലേ? അണ്ണൻ നിന്റെ കൂടെ ഉണ്ടെന്നാണ് കണ്ണൻ കുരി കേട്ടാ. ഇങ്ങോട്ട് എടുക്കേ ലൈറ്ററല്ലേ? ഇങ്ങോട്ട് നിനക്ക് ഉണ്ടാക്കാനല്ല, മനുഷ്യരുടെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാ. അവിടെ വീട്ടുകാരനാണ്. ആ വീട്ടുപേരെന്ന് പറയത്തില്ല, പെണ്ണൂടെ അടുത്ത് തന്നെ ഉള്ളതാ. വാരനാട്ടെ. അവിടെ അച്ഛന്റെ പേരെന്നാണ്? കാവ്യമാധവന്റെ അച്ഛന്റെ പേരെന്താടാ? അമ്മുവിന്റെ അച്ഛന്റെ പേര് അമ്മു. ഓ അതാണപ്പ അമ്മു കളക്ഷൻസ്. കാമുക അവളെന്റെ കൂടെ ഇറങ്ങി വരും പറഞ്ഞല്ലേ, പിന്നെ നീ കളിയാക്കണേ. ചൂടാതിന്റെ മൂക്കി അഴിച്ചു പറ്റും കേട്ടാ. അവിടെ വീട്ടുപേര് പോട്ടെ, അവിടെ പേരെന്നാണ്? അവളുടെ പേരല്ലേ പറഞ്ഞ കാവ്യമാധവൻ. ഓ കൈതക്കാട്ട മാധവൻ നായര്. അമ്മുവിന്റെ അച്ഛന്റെ പേര് കിട്ടി, മാധവൻ നായര്. അപ്പൊ നായരാണ്. അവള് നിന്നെ കണ്ട് ഇറങ്ങി വരുന്ന ഉറപ്പാണാ? ഉറപ്പ്. അവൾക്ക് ഞാൻ തന്നെ ജീവനാ, ശരിക്കും പറഞ്ഞ പ്രാണനാ, പക്ഷെ നായരാ. ശരി, നീ ഇതിനെ കൊണ്ട് വീട്ടിലോട്ട് പോ, നമുക്ക് രാത്രി ഇരിക്കാം. അയ്യോ ഇതങ്ങനെ മാറ്റി വെക്കരുത്, സീരിയസ് ആണോ? എടാ പയങ്കിളി മോറ, ഞാൻ ആലോചിക്കട്ടെ, പ്ലാൻ ചെയ്യട്ടെ. നടക്കാൻ പോകുന്നൊരു വിപ്ലവല്ലേ? കൊണ്ടുപോടാ.